കോഴിക്കോട് ജില്ലയിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗി സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. മെയ് 30 മുതൽ ജൂൺ 10 വരെയുള്ള കാലയളവിലെ വിവരങ്ങളാണ് അധികൃതർ പ്രസിദ്ധീകരിച്ചത്. രോഗി ജൂൺ 2 തീയതി സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിരുന്നു. ജൂൺ 3 മുതൽ 6 വരെ ഫറോക്ക് കോളേജ് പോസ്റ്റ് ഓഫീസിലും ജൂൺ 7 മുതൽ 9 വരെ വിവിധ ആശുപത്രികളിലും ഇദ്ദേഹം സന്ദർശനം നടത്തി. ഒടുവിൽ ജൂൺ 10 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. നിലവിൽ 77 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യപ്രവർത്തകരും 14 പേർ ബന്ധുക്കളുമാണ്. ഫറോക്ക് കോളേജ് സ്വദേശിയായ 43 വയസ്സുകാരനാണ് ഇപ്പോൾ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലുള്ളത്. ഗോഡൌൺ വൃത്തിയാക്കുന്നതിനിടെ വവ്വാലുകളുടെ അവശിഷ്ടങ്ങളുമായി സമ്പർക്കമുണ്ടായതാണ് രോഗപ്പകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. റെംഡെസിവിർ മരുന്ന് ലഭ്യമാക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.